നമസ്കാരം. വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് മുട്ടപ്പഴം എന്നറിയപ്പെടുന്ന വാഴപ്പഴമാണ്. ഇന്ത്യയിലെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഈ വാഴപ്പഴം, ഇതിൻ്റെ സ്വദേശം തെക്ക് കിഴക്ക് രാജ്യങ്ങളാണ്. ഇതിന് അവിടുത്തെ പേര് എഗ് ബനാന എന്നാണ്. സാധാരണ ഒരു ഇരുണ്ട കളറിൽ ഒരു കറുത്ത ഷെയ്ഡോട് കൂടിയ വാഴ, വലിയ കൊലയൊന്നുമല്ല കൊലയ്ക്കുന്നത്. എന്നാൽ പോലും ഇതിൻ്റെ പഴത്തിന് നല്ല രുചിയാണ്, പഴത്തിന് വിലയുമുണ്ട്. ഇത് നിലമേല് വ്യത്യസ്ത ഇനം വാഴ കൃഷി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ്റെ വാഴശേഖരത്തിൽ ഉള്ളതാണ് ഈ മുട്ടപ്പഴം. ഉണ്ണികൃഷ്ണൻ അനുഗ്രഹീതനായ ഒരു വാഴ കർഷകനാണ്. ധാരാളം വിദേശ ഇനം വാഴ സംഘടിപ്പിക്കാറുണ്ട്. എവിടെ വാഴയുണ്ടെങ്കിലും അവിടെയെല്ലാം പോയി വാഴക്കന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നട്ടു വളർത്തുന്ന കർഷകൻ കൂടിയാണ് നിലമേൽ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ്റെ ഒരു സുഹൃത്ത് കർണാടകയിൽ നിന്നും നൽകിയ ഒരു വാഴയാണ് ഈ മുട്ടപ്പഴം. ഇത് 6 മാസം കൊണ്ട് കൊലച്ചു. ഇതിനി ഏകദേശം 30 ദിവസത്തോളം പ്രായമായി. ഇനി ഒരു 60 മുതൽ 65 ദിവസം വരെ സമയമെടുക്കും ഇത് നല്ലവണ്ണം മൂപ്പെത്താൻ. ഇതിൻ്റെ ചെറിയ കൂമ്പ് കണ്ടില്ലേ, ചെറിയ മഞ്ഞയും ഒരു സ്ഥലം ചുമപ്പും ചേർന്ന കളറാണ്. അല്ലെങ്കിൽ 2-3 കളർ അതിലുണ്ട്. അതും കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അധികം വാഴക്കന്നുകൾ വരാത്ത ഈ വാഴ വണ്ണവും കുറവാണ്. സാധാരണ നമുക്ക് വീട്ടിലെ വലിയ ഡ്രമ്മിലോ പൂച്ചട്ടിയിലോ ഈ വാഴ വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. ഇതിന് ഉണ്ണികൃഷ്ണൻ ചാണകപ്പൊടിയും യൂറിയ, പൊട്ടാഷ്, ഫാക്ടം ഫോസ് എന്നിവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം വെള്ളം നനച്ച് കൊടുക്കാറുമുണ്ട്. ഈ പഴം കഴിക്കുന്നവർ ആരും തന്നെ മറക്കാറില്ല. ഇതിൻ്റെ വാഴക്കന്നുകൾ വില കൂടുതലാണ്. എങ്കിലും ഉണ്ണികൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ വാഴക്കന്നുകൾ ലഭ്യമാണ്. മാത്രമല്ല ഒരുപാടെണ്ണം വാഴയുടെ കന്നുകളും ഉണ്ണികൃഷ്ണൻ്റെ പക്കലുണ്ട്. നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.